നൗ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ഇയർ. ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവാം, പുതിയ പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാവും നമുക്ക്. അതുകൊണ്ട് പുതിയ വർഷം ധാരാളം പുതുമയുള്ളതാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും. വ്യക്തമായി തന്നെ, ശക്തമായി തന്നെ പുതിയ വർഷത്തിൽ സക്സസ്ഫുൾ ആവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 2026 ചൂസിങ് പീസ്, പ്രോഗ്രസ് ആൻഡ് പേർപ്പസ്. നമ്മൾ 2025 എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതൊക്കെ മാറി 2026 കിടക്കുമ്പോൾ ധാരാളം അനുഭവ സമ്പത്തോട് കൂടിയിട്ട് കിടക്കുന്നതല്ലേ. എല്ലാവർക്കും ഓരോ വർഷം ഓരോ വയസ്സ് കൂടുന്നുണ്ട്, അതിനനുസരിച്ച് എക്സ്പീരിയൻസ് കൂടുന്നുണ്ട്, അനുഭവങ്ങൾ കൂടുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങളും നമ്മളുടെ കയ്യിൽ സമ്പത്തായിട്ടുണ്ടല്ലേ. ധാരാളം പൈസ വന്നു ചേർന്ന ആളുകളുണ്ടാവാം, ഇനിയും പൈസ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുണ്ടാവാം, ധാരാളം അറിവ് കിട്ടിയവരുണ്ടാവാം, ഇനിയും അറിവിനായി പരിശ്രമിക്കുന്നവരുണ്ടാകാം, ചിലവർ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നുണ്ടാവും. അതുപോലെ പല പല സ്വപ്നങ്ങളായിട്ടാണ് 2026 വരുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ 1% ലോ പോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റും 2026 കേട്ടോ. അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ റുട്ടീൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമ്മുടെ ന്യൂ ഇയർ എത്തിയല്ലേ. സോ ജസ്റ്റ് ചെക്ക് യുവർ റുട്ടീൻ. നമ്മുടെ റുട്ടീനൊക്കെ കറക്റ്റ് ആണോ പോണത്? മൈ ഡെയിലി റുട്ടീൻ സപ്പോർട്ട് ദ ലൈഫ് ഐ വോണ്ട്. എനിക്ക് വേണ്ട ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഡെയിലി റുട്ടീൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാലത്ത് എണീക്കുമ്പോൾ മിക്കവാറും ചെയ്യുന്നത് നമ്മുടെ ഫോൺ നോക്കുകയോ സോഷ്യൽ മീഡിയ നോക്കുകയോ കറണ്ട് അഫയേഴ്സ് നോക്കിയോ ആയിരിക്കും അല്ലേ. പക്ഷെ ഒരു 5 മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഇന്ന് കാലത്ത് എണീക്കാനായിട്ട് എനിക്ക് ശക്തി തന്നതിന് നന്ദി, ഇന്നലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് നന്ദി, ഇന്നത്തെ ദിവസം നന്നായി തന്നെ തുടങ്ങാൻ സാധിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ആ ദിവസം പോകും. പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ എളുപ്പത്തിൽ ഒരു ന്യൂ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുകയും ചെയ്യും. ഇനി അതിനും പറ്റിയില്ലെങ്കിൽ കാലത്തന്നെ ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക, ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. എവറി ഡേ സിമ്പിൾ ഗോൾ. നമുക്ക് ചിലപ്പോൾ ആ ഒരു ഗോളിൽ 30 മിനിറ്റ് എക്സസൈസ് ചെയ്യാന്ന് ചിലപ്പോൾ നടക്കുന്ന കാര്യമാവില്ല. കാലത്ത് എൻ്റെ ജോലിക്ക് പോകണം, ആ സമയത്ത് 30 മിനിറ്റ് എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് എക്സസൈസ് ചെയ്യാലോ. 5 മിനിറ്റ് എന്തായാലും പറ്റും. അപ്പോൾ ഒരു 5 മിനിറ്റ് ചെയ്യാം, വന്നിട്ട് ബാക്കി 20 മിനിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം ഒരു 25 മിനിറ്റ്സെങ്കിലും നമുക്ക് എക്സസൈസ് കിട്ടി അല്ലേ. അപ്പോൾ അതൊരു റുട്ടീനാക്കി മാറ്റുക, നമ്മൾ ഡേ ടു ഡേ ചെയ്യണ ഒരു കാര്യമാക്കി മാറ്റുക. അങ്ങനെ സിമ്പിൾ കാര്യങ്ങൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി, നമ്മുടെ ഫിനാൻസിന് വേണ്ടി, നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടി. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മിഡിൽ ഏജ്ഡ് ആൾക്കാരാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ വിചാരിക്കും, ഇത്രയും പ്രായമായി ആയില്ലേ, ഇനി ഞാൻ എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെ തോന്നില്ലേ. നമ്മുടെ ഒപ്പമുള്ളവരും നമ്മുടെ പിന്നീട് വരുന്ന ജനറേഷനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, അവരുടെ അറിവുകളും കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾക്ക് അവരുടെ ഒപ്പം തന്നെ നമ്മുടെ അറിവിനെയും ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലാക്കിയാൽ മാത്രമേ ഡേ ടു ഡേ ഉള്ള ചലഞ്ചസിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. വെല്ലുവിളികൾ എന്നെ ശക്തനാക്കുന്നു എന്ന് എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ഓരോ ദിവസത്തിലും ഡിഫറെൻറ്റ് വെല്ലുവിളികളാണ് വരുന്നത് അല്ലേ, ചലഞ്ചസ് ആണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതും. ഓരോ നേരവും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വെല്ലുവിളികളും നമ്മളെ ശക്തരാക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുക. എന്നിട്ട് മുന്നോട്ട് പോകുക. 2026 സൂപ്പറാകട്ടെ. ഐ ട്രാക്ക് മൈ പ്രോഗ്രസ് ഓണസ്റ്റ്ലി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി. നമ്മുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് 1% ആവട്ടെ, 2% ആവട്ടെ, 99.99% ആവട്ടെ, നമുക്ക് 99.99% ഒരു പ്രോഗ്രസ് ഉണ്ടായില്ല, 100% പ്രോഗ്രസ് ഉണ്ടായി. ആൻഡ് ബിക്കം ഹാപ്പി ഇഫ് ഇറ്റ് ഈസ് 1% ഓർ 99.99% ആയാലും നമ്മൾ ആ ഒരു പ്രോഗ്രസ്സിൽ ഹാപ്പി ആയിരിക്കുക. ഓക്കെ, ഐ അച്ചീവ് മൈ 100% ഗോൾ, ഐ അച്ചീവ് മൈ 1% ഗോൾ. വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഹാവ് മെയ്ഡ് എ സ്റ്റെപ്പ് അല്ലേ. ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ബി ഹാപ്പി ആൻഡ് സേ ഐ എം ഗ്രേറ്റ്ഫുൾ ബൈ ഡൂയിങ് ദിസ് ജോബ് സക്സസ്ഫുള്ളി എന്നുള്ളത്. നിങ്ങളുടെ ഗോൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്തിലേക്കുള്ള, നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യും. 2026 ഞാൻ മോർ ഹെൽത്തി ആയിരിക്കും, അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ നല്ല ഹെൽത്തി ശീലങ്ങൾ കൊണ്ടുവരും. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കോൺഷ്യസ് ഈറ്റിംഗ് എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവരും, ടൈംലി ഈറ്റിംഗ് എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവരും. നമ്മളുടെ ബാലൻസ് ഡയറ്റ് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രസ് വാട്ട് എവർ ഇറ്റ് ഈസ്
ഹെൽത്തിലുള്ള പ്രോഗ്രസ്, ഫിനാൻഷ്യൽ പ്രോഗ്രസ്, അതുപോലെ സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളൊരു കാര്യവും വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടുതലല്ലാണ്ട് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, എല്ലാവർക്കും ഓരോ ഡിഫറെൻറ്റ് സ്കില്ലുകൾ ഉണ്ടാവും. അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇഷ്ടം പോലെ കോഴ്സുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും, അതുപോലെ യൂട്യൂബിൽ കിട്ടും. ഏതൊക്കെ കോഴ്സുകളാണ് നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത്, നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടേ എന്നുള്ളത് കണ്ടുപിടിച്ച് അപ്പ് സ്കില്ല് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എൻ്റെ പുരോഗതി ഞാൻ സത്യസന്ധമായി വിലയിരുത്തുന്നു. എനിക്കുണ്ടാവുന്ന പുരോഗതി ഞാൻ ഓണസ്റ്റ്ലി വിലയിരുത്താം. പിന്നെ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യണതും ഹെൽത്തിൻ്റെയും ഫിനാൻസിൻ്റെയും എല്ലാം പറഞ്ഞു. അതിൻ്റെ ഒപ്പം ഇമോഷണലി നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ എനർജി എവിടേക്കാണ് ഡ്രെയിനായി പോകുന്നത്. ചില റിലേഷൻഷിപ്സ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കവിടെ പല ബ്ലോക്കുകളും ഉണ്ടാവും. അത്തരം ബ്ലോക്കുകൾ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ തടസ്സമാവണ് എന്ന് കണ്ടുപിടിക്കുക. ഇഫ് ഇറ്റ് ഈസ് എ ബാരിയർ, നമ്മളവിടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് പഠിക്കണം. നമ്മളത് മസ്റ്റായിട്ട് പഠിക്കണം. ഇനി അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാനിവിടെ ഒരു വേലി കെട്ടി, ഞാൻ നിങ്ങളോടൊരു ബൗണ്ടറി കീപ്പ് ചെയ്താൽ അങ്ങനെയൊന്നുമല്ല പറയണ്ട കേട്ടോ. അവർ പറയുന്ന സെൻറ്റൻസുകൾ, അല്ലെങ്കിൽ അവരുടെ മാനറിസംസ്, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ആക്ഷൻസ്, ഇതെല്ലാം നിങ്ങളെ എഫക്റ്റ് ചെയ്യാണ്ട് നിങ്ങളുടെ മൈൻഡിലൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് 2026 കളർഫുള്ളാക്കാന്നേ. ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇമോഷണലി നമ്മളൊരു ബൗണ്ടറി തീർത്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഐ പ്രൊട്ടക്ട് മൈ ഫോക്കസ് ആൻഡ് ചൂസ് വാട്ട് ഡിസേർവ് മൈ അറ്റൻഷൻ. എൻ്റെ അറ്റൻഷൻ എന്തിലാണ് പോകണ്ടേ എന്നുള്ളത്, ബിക്കോസ് എനിക്ക് പ്രിയപ്പെട്ടതാണ്, എനിക്ക് പ്രഷ്യസ് ആണ്. അപ്പോൾ എൻ്റെ അറ്റൻഷൻ എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ 2026 പോകുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. പഴയ ക്ഷീണങ്ങൾ, നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളാണ്, നമ്മൾ ടയർഡ് ആക്കണ എന്താണ് എന്നുള്ളത്, അതൊക്കെ നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആയിരിക്കുക. അതിൽ നിന്ന് മാറി നിൽക്കാം. പഴയ കുറ്റബോധങ്ങൾ, അതുപോലെ വൈകാരിക ഭാരങ്ങൾ, നമ്മളെ അലട്ടുന്ന ചിന്തകൾ, ഇതെല്ലാം തുടക്കത്തിൽ ഒഴിവാക്കിയാളെ ഹാപ്പി ആയിട്ട് തുടങ്ങാം. പഴയ ശീലങ്ങൾ മാറ്റാനുള്ള ധൈര്യം കാണിക്കുക. നമുക്ക് നമ്മൾ തന്നെ പെർമിഷൻ കൊടുക്കുക. ഇത് എൻ്റെ സമയം കളയണ കുറച്ച് പരിപാടികളാണ്. ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊന്നും എൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം കൊടുക്കുന്നില്ല. എല്ലാ ദിവസവും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക, ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി വർദ്ധിപ്പിക്കും. പിന്നെ നമ്മുടെ നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അത് ശരിയായി നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ വീട്, റൂം, നമ്മുടെ ഡിജിറ്റൽ സ്പേസ് എല്ലാം പോസിറ്റീവാണ് എന്നുള്ളത് ഉറപ്പുവരുത്താം. സ്വന്തം ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എനർജി ആവശ്യമില്ലാണ്ട് വേസ്റ്റ് ആവില്ല, നമ്മുടെ സമയം ആവശ്യമില്ലാണ്ട് വേസ്റ്റ് ആവില്ല, നമ്മുടെ അറ്റൻഷൻ നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. പിന്നെ ലൈഫ് എന്ന് പറഞ്ഞത് സ്മൂത്ത് ഒന്നുമല്ല കേട്ടോ. ടഫ് മൊമെൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. അത് നോർമലൈസ് ചെയ്യാൻ ആർക്കും പറ്റുമെന്ന് വരില്ല. ബട്ട് ഫോർവേഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴും ഫോർവേഡായി ചിന്തിക്കുക. നമ്മൾ എവിടെയാണോ ആരാണോ പോസിറ്റീവായിട്ടുള്ള കൊണ്ടു നടക്കുന്നത് അവരുടെ അടുത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ അവരുടെ അടുത്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു സപ്പോർട്ട് നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള റിഫ്ലക്ഷൻ കൊണ്ടുവരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനിയും ധാരാളം ശീലങ്ങൾ, നല്ല നല്ല ശീലങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ലൈഫ് നല്ല പുരോഗമിച്ച് ഒരു വണ്ടർഫുൾ ഇയർ ആവട്ടെ 2026. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.